ഇപ്പൊ ഈ RSSും ജമാഅത്ത് ഇസ്ലാമി ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് പറയും. അത് ഒരേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ കാണുന്നത്? അല്ല, RSSന്റെ ജമാഅത്തെ ഇസ്ലാമി ഒരു ആശയം പിന്നെ ശക്തിയായിട്ട് എതിർക്കുമ്പോൾ തന്നെ അത് ഇന്ത്യ രാജ്യത്തൊരു ശക്തിയേ അല്ല. മുസ്ലിമീങ്ങളുള്ളിടത്ത് ഒരു വിഭാഗം ആളുകൾ ആ ആശയം പ്രചരിപ്പിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ അത് മറ്റത്തില്ല. പക്ഷെ അത് അവരുടെ സംഘടനാ രൂപം ഒരു പ്രത്യേക ഇതാണ്. അതിൻ്റെ ഇതിൽ കെട്ടുറപ്പിൽ അവർ നിൽക്കുന്നു. നേരെ മറിച്ച് RSS അതല്ല. അത് വളരെ അപകടമാണ്. അത് ഹിന്ദുക്കളെയും സംരക്ഷിക്കാൻ കഴിയില്ല, മുസ്ലിമീങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിലും അത് പിന്നെ വിഷവിത്ത് ആണ് ഉണ്ടാക്കുന്നത്. അതാണ്. ഇപ്പൊ ഈ ഒരു കാലത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വരെ ഒക്കെ സഹകരിച്ചിരുന്നു. പക്ഷെ ഇന്ന് അത് ഭയങ്കര ഒരു ശത്രു പക്ഷത്തായിട്ടാണല്ലോ കാണുന്നത്. അതെ. അന്ന് ഞങ്ങൾ എതിർക്കുന്ന കാര്യത്തിൽ അവർക്ക് അനുകൂലമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞങ്ങൾ അക്കാലത്ത് എതിർക്കുന്ന വിഷയമുണ്ടല്ലോ, അതിൽ അവരും തൽപരരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവർ വോട്ട് ചെയ്തു. ഇതല്ലാതെ അവരായിട്ട് എന്ത് ബന്ധമുണ്ടാക്കാൻ അവർ മത്സരിക്കുന്ന പാർട്ടി അല്ലല്ലോ. ഇപ്പം ഇത്രമാത്രം എതിർക്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഇത്രമാത്രം എതിർക്കപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പിന്നെ വർഗീയ നിലപാടുണ്ടല്ലോ, അത് ശക്തിപ്പെടുത്തി മറ്റുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച മുമ്പ് അവർക്കില്ല, ഇപ്പോൾ അവർക്കതുണ്ട്. അതായത് UDFുമായി അതെ. UDFുമായിട്ട് ഈ വെൽഫെയർ പാർട്ടിയൊക്കെ സഹകരിക്കുന്നതാണ് ഇപ്പോ നിങ്ങൾ എതിർക്കുന്നതിന്റെ കാരണം? അല്ല, അവർ കുറെ കൂടി തീവ്രമായിട്ടുള്ള പിന്നെ നിലപാടിലേക്ക് അവർ മാറി. പണ്ടത്തെ ഇതിൽ പണ്ട് അവരുടെ ആശയം പ്രചരിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ആ ആശയം കുറെ കൂടി കടുപ്പിച്ച് പിന്നെ മറ്റുള്ളവരെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് അവരിങ്ങോട്ട് ആക്രമിക്കുന്ന ഘട്ടത്തിൽ പിന്നെ ഞങ്ങൾ എതിർക്കാതിരിക്കും. പണ്ട് അതല്ലല്ലോ. അതാണ്. അതായത് CPM-നെയും LDF-നെതിരെയുള്ള പ്രചരണം ശക്തമാക്കിയപ്പോൾ അങ്ങോട്ടും അതെ